ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഈ ജിം കരിയറിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ്സ് എനിക്ക് വന്നിട്ടുള്ളത് ഈ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് വാരി വലിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് വണ്ണം വെച്ച് അത് കുറയ്ക്കാൻ വേണ്ടി വരും. അപ്പോഴേ അധികമൊന്നും പ്രായമാവാത്ത കുട്ടികളാണ് വരുന്നത്. അവർക്കൊക്കെ ഈ വണ്ണം കൂടി PCOD, അതുപോലെ ഈ PCOD പോലുള്ള അസുഖങ്ങൾ വന്നാൽ നമ്മുടെ പീരിയഡ്സ് ഇറഗുലർ ആവും, ഒരുപാട് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്കുണ്ടാവും. ഇതിനൊക്കെ മെയിൻ കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ഈ ഒരുപാട് ഫുഡൊക്കെ നമ്മൾ വാരി വലിച്ച് കഴിക്കാണ്ട് നല്ലത് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ അസുഖങ്ങൾ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വരാതിരിക്കാൻ ശ്രമിക്കുന്നതല്ലേ. അതേപോലെ തന്നെ ഈ ജിം എന്ന് പറയുന്നതും വർക്കൗട്ട് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഹെൽത്തിൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ആണ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ഹെൽത്ത് നമ്മളല്ലാണ്ട് വേറെ ആരാ നോക്കുക? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മുടെ ഹെൽത്തിനെയും സ്കിന്നിനെയും ഒക്കെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനും ഒക്കെ കാരണം നമ്മൾ കഴിക്കുന്ന അൺഹെൽത്തി ഫുഡ് തന്നെയാണ്. അധികം ഒരു 80% നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് ഈ ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കഴിയുന്നത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല കൂടി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് നമ്മുടെ വയറാണ്, നമ്മുടെ ഹെൽത്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം കഴിക്കാൻ. ഇപ്പോൾ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, വർക്കൗട്ട് കഴിഞ്ഞിട്ട് പോയി കഴിക്കുന്നതോ മന്തി, ബ്രോസ്റ്റ്, അതിൽ കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഡയറ്റ് കൊടുക്കണം. ചിലർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ വന്ന് വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഡയറ്റൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിർത്തി പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ തീരെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ ഇങ്ങനെ കുറച്ച് വന്നാൽ മതി. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. അല്ലാണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനൊന്നും ചിലപ്പോൾ ആർക്കും പറ്റൂല. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇവിടെ വരുന്ന ഒരുപാട് ക്ലയൻസിനും ഇതാ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഒരുപാട് ഫാസ്റ്റ് ഫുഡൊക്കെ വാരി വലിച്ച് കഴിക്കാണ്ട് കഴിക്കുന്നത് നല്ല ഫുഡ് കഴിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും ടേസ്റ്റി ആയിരിക്കില്ല. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിയുന്നതും ഒരുപാട് അസുഖങ്ങൾ വന്ന് വണ്ണം വെച്ച് ജിമ്മിലൊക്കെ വരുന്നതിനേക്കാളും നമ്മളിതൊന്നും വരാതിരിക്കാൻ ശ്രമിക്കാൻ നല്ലത്. ഈ ജിമ്മും വർക്കൗട്ടൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണ്ട് ഡെയിലി വർക്കൗട്ട് ചെയ്യുക. ഡെയിലി ഇല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ അസുഖങ്ങൾക്കും ഹെൽത്തിനും ഒക്കെ മാറ്റം ഉണ്ടാവും. അപ്പം ശ്രദ്ധിക്കുക. ഓക്കെ.